ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹപൂടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അടിപൊളി ഒരു ബീഫ് അച്ചാറാണ്. ബീഫ് ഇട്ടിട്ടുള്ള ഒരു അച്ചാറുണ്ട്. ബീഫ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട, കുഞ്ഞു കഷ്ണങ്ങളാക്കി നന്നാക്കിയാൽ മതി. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നന്നാക്കിയിട്ടുണ്ട്. അത് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഇതൊരു 250 ബീഫ് ഉണ്ടാവും കേട്ടോ. അതിലിടുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ട് ഞാൻ വേവിക്കാൻ വെക്കണേ. ഒരു നുള്ളു ഉപ്പിടുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പിട്ടാൽ മതി ആദ്യം ബീഫ് വേവിക്കുമ്പോൾ. എന്താ കാരണം വെച്ചിട്ട് പിന്നെ നമ്മൾ അച്ചാറിൽ പിന്നെയും നമ്മൾ ഉപ്പ് ചേർക്കും. അപ്പം അത് കാരണം കൊണ്ട് സ്വല്പം ഉപ്പ് മതി. നുള്ളു ഉപ്പിട്ടിട്ട് നമ്മൾ ഈ ബീഫ് വേവിക്കാം. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തന്നെ ബീഫ് വേവിക്കാൻ വെക്കാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ ബീഫ് വേവിക്കാൻ വെക്കാൻ വെക്കാം. ഒരു 4 വിസിലടിച്ചോട്ടെ ബീഫല്ലേ എന്താ. അത് വേകുമ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് ശരിയാക്കാം. ഇനി ഇതിൽ ചേർക്കാൻ ഞാൻ ഒരു 5 ടീസ്പൂണ് മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. 5 ടീസ്പൂണ് മുളക് പൊടി, ഒരു 2 ടീസ്പൂണ് ഉലുവ വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 3 ടീസ്പൂണ് കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാനായിട്ട് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കായം, നമ്മൾ സാമ്പാറിലൊക്കെ അരിഞ്ഞ കായം. ഇത് വേറെ നമ്മൾ പാൽക്കായം ചേർത്ത് കഴിഞ്ഞാൽ അച്ചാറിൽ പ്രത്യേക രുചിയില്ല. അത് കാരണം കൊണ്ട് പാൽക്കായം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കായം ഉണ്ട്, പാൽക്കായം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കടുകും ഉലുവയും ഒന്ന് വെറുതെ ഒന്ന് വറുക്കാം. ഒപ്പം തന്നെ കായം ഒന്ന് വറുത്തെടുക്കാം. ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇട്ടത് ഉണ്ടാക്കണത്. അപ്പോൾ അത് ഉപയോഗിച്ചോളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് അച്ചാർ ഉണ്ടാക്കുന്നത് കേടാവാതിരിക്കാനൊക്കെ നല്ലതാണ്. ഇത് സൺഫ്ലവറിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. കായാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കായം മുപ്പിക്കാനുണ്ട്. ഞാൻ കുറച്ച് അച്ചാർ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ. കുറച്ച് കുഞ്ഞിൻ്റെ കായ കഷ്ണമാണ് ഞാൻ ഇട്ടിരുന്നത്. കുറച്ചല്ല ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അത് കാരണം കൊണ്ട് കുറച്ച് കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കായ എന്തായാലും മുരിഞ്ഞിട്ടിട്ടാ. അപ്പൊ അത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ള പരുവത്തിലായിട്ടുണ്ട്. അപ്പൊ അത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇടാം. ശേഷം ഞാൻ വേറൊരു ചട്ടി വെച്ചിട്ട് ഉലുവയും കായം നമുക്ക് ഉലുവയും കടുകും കൂടി ചൂടാക്കി എടുക്കണം കേട്ടോ. പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെറുതെ പച്ചക്കടുക നമ്മൾ ഇടാം. കടുക് വെറുതെ ഇട്ടു. ഇതിലേക്ക് ഉലുവയും കടുകും കൂടി വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ. അതിലേക്ക് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കടുക് ഇട്ടുണ്ട്. ഞാൻ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വെറുതെ ചൂടാക്കി എടുത്താൽ മതി. അപ്പൊ ഈ കായത്തിന്റെ കൂടെ ഇത് നമുക്ക് പൊടിച്ച് അച്ചാറിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെന്തുണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് ഇറക്കി വയ്ക്കാം. ബീഫ് ഇറക്കി വയ്ക്കാം. അപ്പൊ ഞാൻ ഈ അടുപ്പത്ത് തേച്ച് വെക്കുന്നുണ്ട് ഈ ചട്ടി. ബീഫ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇതിൽ വെച്ചിട്ട് വറക്കാൻ പോവാണ്. അതിങ്ങനെ പൊട്ടി തെറിച്ച് നന്നായിട്ട് വറവായിട്ടുണ്ട് കേട്ടോ. അപ്പൊ തീ ഓഫാക്കിയിട്ട് ഇതെടുക്കാം, പൊടിക്കാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഈ കായം ഉലുവ ഇങ്ങനെ ഉലുവും കടുകും കൂടി വറുത്തത് പൊടിക്കാൻ പോകണം ഞാൻ. നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വെള്ളം വാർക്കാനായിട്ട് ഇതിൻ്റെ നെയ്യ് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്
ഇതാ നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് അടുത്തായിട്ട് ഈ ബീഫ് നമ്മൾ ഇങ്ങനെ വാർക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. കണ്ട വെള്ളം പോകാനായിട്ട് ഇതിലത്തെ നെയ്യ് പോകാനായിട്ട് കണ്ട ഉലർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വറുത്തെടുക്കണം, നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. അത് ചലിപ്പിച്ച സൗണ്ട് വരുന്ന മാതിരി ഇങ്ങനെ ഓയിലിൽ കിടന്നിട്ട് വറവാവണം ഈ ബീഫ്. ഞാനിവിടെ കുറച്ചാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കണേ. ഇവിടെ അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അധികം കഴിക്കാറില്ല, ഞാൻ ചേട്ടനും കഴിക്കുന്നത്. അപ്പൊ അത് കുറച്ച് എടുക്കണുള്ളൂ. ഇത് നന്നായിട്ട് നമ്മൾ മൊരിച്ചെടുക്കണം കേട്ടോ ഈ ബീഫ്. ഇതാ കണ്ട നമ്മുടെ ബീഫ് അടിപൊളിയായിട്ടത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇട്ടാ. കണ്ട ഓയിലിട്ടത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്, നന്നായി മൊരിഞ്ഞ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയിടാട്ടാ. അതിനുശേഷം ഈ ഓയിലൊന്ന് നമുക്ക് ഊറ്റിയെടുക്കാം. ഇതിൻ്റെ അടിയിലിൻ്റെ കീടം കിടക്കുമ്പോഴേ അച്ചാറിന് അതൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് ഓയിലൊന്ന് അരിക്കാട്ടാ. അരിച്ചെടുക്കണം ഞാൻ. അരിച്ചതിന് ശേഷം ചീഞ്ചട്ടി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി അടക്കണം. കുറച്ച് ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കണം. കടുക് പൊട്ടിക്കാനാണ് കേട്ടോ. അത് അച്ചാറിന് കണ്ടപ്പോൾ കടുക് പൊട്ടിക്കാൻ. നന്നായി കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ട് ഓയിലുണ്ടല്ലോ, നമ്മളിവിടെ ബീഫ് വറുത്തെടുത്ത ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓയിൽ വേസ്റ്റാക്കി ചേർത്തില്ല, പിന്നെ ചതച്ചിന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മുരിയട്ടെ കേട്ടോ. നന്നായി മുരിഞ്ഞ് വരണേ. ഈ മൂത്ത് വരുന്നതോട് കൂടി ഞാനിതിൽ മുളക് പൊടി ഞാൻ എടുത്തുണ്ടായത് ഒരു 5 ടീസ്പൂണ് അത് ഇതിൽ ചേർത്ത് കൊടുക്കണേ. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടാ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി നന്നായിട്ടൊന്ന് ഇതുകഴിഞ്ഞ ശേഷം ഇതിൽ കിടന്നിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ. അപ്പം നല്ലൊരു കളറുണ്ടാവും അച്ചാറിന് മുളക് പൊടി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ. അതിനാണ് നമ്മൾ ഓയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുന്നത്. നല്ല ഭംഗിയുണ്ടാവും, നല്ല ചുവപ്പ് കളറുണ്ടാവും അച്ചാറിന്. അപ്പം നന്നായിട്ടൊന്ന് ഈ മുളക് കണ്ട അതിൽ ഓയിൽ നന്നായി മൂത്തുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഞാൻ കണ്ട നല്ല കൊഴുപ്പുള്ള കണ്ട ഗ്രവിയായി മാറിയിട്ടുണ്ട്. അത് കണ്ട വിനാഗിരി ചേർത്ത് ഇതിൽ കുറച്ച് പച്ചവെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സ്വല്പം വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ട ഇപ്പം ഇതിങ്ങനെ നല്ല ഇതിൻ്റെ മുളക് കൂട്ടൊക്കെ പോകാനായിട്ട് ഒന്ന് നമ്മൾ ചെറു തീയിലൊന്ന് തിളപ്പിക്കാനിടണേ. അപ്പോഴേക്കും നമുക്ക് പാൽക്കായ ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ട പാൽക്കായം ഈ അച്ചാറിൽ പാൽക്കായം ചേർത്തുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിന് ഞാൻ പാൽക്കായം കുറച്ചുള്ളത് ഞാൻ ഇവിടെ ചൂടാക്കി ഒരു തുണ്ട് വെള്ളത്തിൽ ഞാനത് ചൂടാക്കി എടുക്കാൻ പോകണം. പാൽക്കായായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാൽക്കായം ഇതിൽ ചേർത്ത് കൊടുക്കാനാണ്. കുറച്ച് വെള്ളത്തിൽ മതി. ഒന്ന് ഇതാവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗ്രേവി കണ്ട കണ്ട സെറ്റ് ആയിട്ടുണ്ട്. കണ്ട ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഉപ്പ് അത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ടല്ലോ, അത് കാരണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ പൊടിച്ച് വെച്ച ഉലുവയും കടുകും വറുത്തൂല്ലോ നേരത്തെ, അത് ആ പൊടിയാണത്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇതൊക്കെ വേണ്ട, ഇതൊക്കെ കൂടിയിട്ടൊന്ന് കുറുകി വരും. വേണ്ട, അവിടെ പാൽക്കായം കണ്ട അതിൽ കിടന്നിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ഗ്രേവിക്ക് ചേർത്ത് കൊടുക്കാം. അടിപൊളി ഗ്രേവി ആയിരുന്നു കേട്ടോ. ഇതിൽ നമ്മൾ ആ ബീഫ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി. ഇപ്പം നോക്കട്ടെ കേട്ടോ, ഞാൻ ഇപ്പം എന്തായിട്ടുണ്ട്. ഉപ്പ് ഒരു നുള്ളു കൂടി ഇടാട്ടോ, ഉപ്പിന് കുറച്ച് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഇട്ടുണ്ട്. അടിപൊളി. ഇതിലേക്ക് നമ്മൾ ബീഫ് കണ്ട വറുത്ത് വെച്ച ബീഫ് നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം. കണ്ട കഴിഞ്ഞു നമ്മുടെ ബീഫ് അച്ചാർ. ഇതാ കണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ബീഫ് അച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫാക്കാം. ഇത് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലേ, അടിപൊളി. ബീഫിലൊക്കെ പുളിയും എരിവും ഉപ്പും ഒക്കെ പിടിച്ച് അടിപൊളിയായിട്ടുണ്ടാവും അച്ചാർ. സൂപ്പർ അച്ചാറാവും. ഇത് അടിപൊളി അച്ചാർ. ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു നുള്ള് കണ്ട ശർക്കര പൊടിച്ചതാണ് കണ്ട, ശർക്കര പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ ശർക്കരയുടെ ഒരു കുഞ്ഞൊരു അച്ചെടുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ലൈറ്റ് ഒരു ചെറുതായിട്ടൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അച്ചാറിൽ. അപ്പോൾ ആ മധുരം പുളിയും ഉപ്പും എരിവും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിനാണ് ഒരു നുള്ള് ശർക്കര പൊടിച്ചത് ഇതിൽ ചേർത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളത് ചേർത്തി കൊടുത്തോളാം. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ലൈറ്റ് മധുരമായി വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചി ഉണ്ടാവും അച്ചാർ. നമുക്ക് അടിപൊളി ബീഫ് അച്ചാർ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ സ്നേഹക്കൂടിന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സപ്പോർട്ട് നൽകുന്ന നാളും തന്ന സപ്പോർട്ടിന് നന്ദിയുണ്ട്.